ഇതുപോലൊരു ബ്രൗൺ റൈസ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സത്യാടോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ബ്രൗൺസ് ആദ്യം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് ആദ്യം ബ്രൗൺസ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. മസാലയൊക്കെ നല്ല കുഴമ്പ് പരുവത്തിലാവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ഇത് നമുക്ക് ഇപ്പം തന്നെ വറുക്കാനിടാം. ബട്ട് ഞാൻ ആദ്യം ചോറാട്ടോ വയ്ക്കാൻ പോകുന്നത്. പിന്നെ ഉണ്ടല്ലോ, റൈസ് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചോറാവും കേട്ടോ. അപ്പം നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് പെരിഞ്ചീരകം, കറുകപ്പട്ട, കുരുമുളക്, ഏലക്ക ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തിട്ടാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ അരി കുതിർത്താനൊന്നും വെക്കാറില്ല കേട്ടോ. ഡയറക്റ്റ് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു ഒറ്റൊരു വിസിൽ മതി, ചോറ് റെഡി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബ്രൗൺസ് വറുത്തെടുക്കാം. ഭയങ്കര ഈസി ആട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മടിയന്മാർക്കും മടിച്ചുമാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ. ഈ ബ്രൗൺസ് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും ബ്രൗൺസ് ഇട്ടതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. സവാളയും മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇൻഗ്രീഡിയൻസും കുറവാണ്, പ്രിപ്പറേഷൻ എടുക്കുന്ന ടൈമും കുറവാണ്. പക്ഷേ ടേസ്റ്റ് അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടോ. നോമ്പൊക്കെയല്ലേ വരാൻ പോണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചോറിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് ചെറിയ ചൂടിൽ വേണം കേട്ടോ ചോറും ചെമ്മീനും കൂടി മിക്സ് ആക്കാനായിട്ട്. എന്നാലാണ് ആ ഗ്രേവിയും ചോറും കൂടി നന്നായിട്ട് ചേർന്ന് വരുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഗസ്റ്റുകൾക്കും ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.